ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വലിയ സാമ്പത്തിക കടങ്കഥയെക്കുറിച്ചാണ്. അത് വലുതായാലും ചെറുതായാലും പണമുള്ള രാജ്യമായാലും ഇല്ലാത്ത രാജ്യമായാലും എല്ലാവരും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കടങ്കഥ. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങൾക്കൊരു പുതിയ ഫോൺ വേണം, കൂട്ടുകാരുടെ കൂടെ ഒരു യാത്ര പോകണം, പിന്നെ കുറച്ച് പുതിയ ഡ്രസ്സും വാങ്ങണം. ഇതെല്ലാം കൂടി ഒരേ സമയം നടക്കുവോ? മിക്കവാറുമില്ല. കാരണം സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള പൈസ ലിമിറ്റഡാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു ലിമിറ്റുമില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും പേഴ്സണലായി ഫേസ് ചെയ്യുന്ന ഈ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇതൊരു രാജ്യത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴോ അത് കുറച്ചുകൂടി വലുതും കോംപ്ലിക്കേറ്റഡുമാണ്. ഒരു രാജ്യത്തിന്റെ കയ്യിലുള്ള വിഭവങ്ങൾ, അതായത് ഭൂമി, തൊഴിലാളികൾ, പണം, ഇതെല്ലാം ലിമിറ്റഡാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളോ അത് അവസാനിക്കുന്നേയില്ല. ഈ ഒരു അടിസ്ഥാന പ്രശ്നത്തിൽ നിന്നാണ് എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ വരുന്നത്. ഇതിനെയാണ് നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് പറയുന്നത്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ. ലോകത്ത് ഏത് തരം എക്കോണമി ആവട്ടെ, അത് ക്യാപിറ്റലിസ്റ്റ് ആവട്ടെ, സോഷ്യലിസ്റ്റ് ആവട്ടെ, ഇനി ഇന്ത്യയെപ്പോലെ ഒരു മിക്സ്ഡ് ഇക്കോണമി ആവട്ടെ, ഈ 3 ചോദ്യങ്ങൾക്കും അവർ ഉത്തരം കണ്ടുപിടിച്ചേ പറ്റൂ. ഇതാണ് ഏതൊരു ഇക്കോണമിയുടെയും ഫൗണ്ടേഷൻ. അപ്പോ എന്താണ് ഈ 3 ചോദ്യങ്ങളിൽ ആദ്യത്തേത്? അതാണ് എന്ത് നിർമ്മിക്കണം, അല്ലെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ്. ഇത് കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണിത്. കാരണം നമ്മുടെ കയ്യിലുള്ള ഈ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് ഒരു സമൂഹം എന്തൊക്കെ സാധനങ്ങളും സേവനങ്ങളുമാണ് ഉണ്ടാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഇവിടെയാണ്. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ഈ ഒരു ചോയ്സ് എത്രത്തോളം പ്രധാനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കണോ, അതോ വലിയ ഫാക്ടറികളിലേക്ക് വേണ്ട മെഷീനുകൾ ഉണ്ടാക്കണോ? നമ്മുടെ പണം നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ചെലവാക്കണോ, അതോ രാജ്യത്തിന്റെ പ്രതിരോധം ശക്തമാക്കാനാണോ ഉപയോഗിക്കേണ്ടത്? ഒന്ന് കൂടുതൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും മറ്റൊന്ന് കുറയ്ക്കേണ്ടിവരും. അപ്പോൾ ഈ എന്ത് നിർമ്മിക്കണം എന്ന ചോദ്യത്തിന് ശരിക്കും 2 ഭാഗങ്ങളുണ്ടല്ലേ? ഒന്ന്, ഏതുതരം സാധനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് തീരുമാനിക്കണം. 2, അതെത്ര അളവിൽ വേണമെന്നും തീരുമാനിക്കണം. ഈ 2 തീരുമാനങ്ങളും ചേർന്നാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മുൻഗണനകൾ എന്താണെന്ന് തീരുമാനിക്കുന്നത്. ശരി, അപ്പോൾ എന്തുണ്ടാക്കണമെന്ന് നമ്മളൊരു തീരുമാനത്തിലെത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അതെങ്ങനെ നിർമ്മിക്കണം, അതായത് ഹൗ ടു പ്രൊഡ്യൂസ്. ഇവിടെയാണ് പ്രൊഡക്ഷന്റെ ടെക്നോളജിയും രീതികളുമൊക്കെ വരുന്നത്. ഇവിടെ പ്രധാനമായും 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന്, തൊഴിലധിഷ്ഠിത രീതി. അതായത് കൂടുതൽ ആൾക്കാരെ ജോലിക്കു വെച്ച് കുറച്ചു മെഷീനുകളുടെ സഹായത്തോടെ കാര്യങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമത്തേത് മൂലധനാധിഷ്ഠിത രീതി. ഇത് നേരെ ഓപ്പോസിറ്റാണ്. കുറച്ചാൾക്കാരും ഒരുപാട് മെഷീനുകളും ഓട്ടോമേഷനും ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തുന്നു. ഓരോന്നിനും അതിൻ്റേതായ പ്ലസും മൈനസുമുണ്ട്. അപ്പോൾ ഈ ഒരു ചോയ്സ് എന്തിനാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരുപാട് തൊഴിലില്ലായ്മ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ കൂടുതൽ പേർക്ക് ജോലി കൊടുക്കുന്ന ലേബർ ഇൻറ്റൻസീവ് രീതിയായിരിക്കും നല്ലത്, അല്ലേ? നേരെ മറിച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടാനാണ് നോക്കുന്നതെങ്കിലോ? അപ്പോൾ കൂടുതൽ എഫിഷ്യൻ്റായ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് രീതിയായിരിക്കും തിരഞ്ഞെടുക്കുക. ഇത് ആ രാജ്യത്തിന്റെ അപ്പോഴത്തെ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എന്തുണ്ടാക്കണം, എങ്ങനെയുണ്ടാക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഇനി വരുന്നതാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതൊക്കെ ആർക്ക് വേണ്ടി, അഥവാ ഫോർ ഹോം? നമ്മളുണ്ടാക്കിയ ഈ സാധനങ്ങളൊക്കെ ആർക്കാണ് കിട്ടേണ്ടതെന്ന വലിയൊരു ചോദ്യമാണിത്. അതായത് നമ്മൾ ഉണ്ടാക്കിയ ഈ സാധനങ്ങളും സേവനങ്ങളുമെല്ലാം സമൂഹത്തിലെ ആളുകൾക്ക് എങ്ങനെ വീതിച്ചു കൊടുക്കും? ഈ ഉൽപ്പാദനത്തിന്റെ ഗുണം ആർക്കാണ് കിട്ടേണ്ടത്? ഇതാണ് ഈ ചോദ്യത്തിന്റെ കാതൽ. ഒരു സമൂഹത്തിലെ സാമ്പത്തിക നീതിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചർച്ചകൾ തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്നാണ്. അപ്പോ ഈ വിതരണം ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? സമൂഹത്തിലെ പണക്കാരെയാണോ അതോ സാധാരണക്കാരെയാണോ? ഒരു രാജ്യത്തെ ദേശീയ വരുമാനം ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്. വരുമാനത്തിൽ വലിയ അന്തരമുണ്ടെങ്കിൽ വിതരണത്തിലും അതുപോലെ തന്നെ അന്തരം വരും. അപ്പോൾ നമ്മൾ ഈ 3 വലിയ ചോദ്യങ്ങളും കണ്ടു. സത്യം പറഞ്ഞാല് ഇതിനൊന്നും എളുപ്പത്തിൽ ഒരൊറ്റ ഉത്തരവില്ല. ഓരോ രാജ്യവും ശ്രമിക്കുന്നത് ഇവയ്ക്കിടയിൽ ഒരു ശരിയായ ബാലൻസ് കണ്ടെത്താനാണ്. ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം തേടുമ്പോൾ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം ഒന്നുതന്നെയാണ്: നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് രാജ്യത്തെ പരമാവധി ആളുകളുടെയും ക്ഷേമം ഉറപ്പാക്കുക. അപ്പോൾ എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി എന്നുള്ള ഓരോ തീരുമാനവും ഈയൊരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാണ്. അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, അല്ലേ?
നമ്മൾ എടുക്കുന്ന ഓരോ ചോയ്സിനും ഒരു വിലയുണ്ട്. കൂടുതൽ വിദ്യാഭ്യാസം തിരഞ്ഞെടുത്താൽ പ്രതിരോധത്തിനുള്ള പണം കുറയും. അതായത് നമ്മൾ ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ മറ്റൊന്ന് ഉപേക്ഷിക്കുകയാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന ആ അടുത്ത ഏറ്റവും നല്ല ഓപ്ഷനെ നമ്മൾ എന്തു വിളിക്കും? ആ ഒരു ഐഡിയയാണ് നമ്മൾ എക്കണോമിക്സിൽ അവസരച്ചെലവ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന ഓരോ സാമ്പത്തിക തീരുമാനത്തിനു പിന്നിലുമുള്ള യഥാർത്ഥ വിലയാണത്. അതിനെപ്പറ്റി കൂടുതലറിയാൻ താൽപ്പര്യമുണ്ടോ? നമുക്ക് അടുത്ത തവണ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. ഈ വിശകലനം കണ്ട എല്ലാവർക്കും നന്ദി.